ദേവുവിൻ്റെ കസിൻ അച്ഛൻ്റെ കല്യാണത്തിന് പോകട്ടെ. നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ ഊബറിലാണ്. അഞ്ചുമന ക്ഷേത്രത്തിലാണ് കല്യാണം. ഗായത്രി മണ്ഡപത്തിലാണ് ബാക്കിയുള്ള പരിപാടികൾ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ എടപ്പിലേക്ക് എത്താറായിട്ടുണ്ട്. ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഏകദേശം അമ്പലത്തിനടുത്ത് എത്താറായിട്ടുണ്ട്. നമ്മുടെ ഒബ്രോൺ മാളിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ അഞ്ചുമന ക്ഷേത്രം വന്നത്. അപ്പോൾ കെട്ട് വന്നിട്ട് 10:30ക്കും 11:30ക്കും ഇടയ്ക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയായിരുന്നു. അപ്പോൾ നമ്മൾക്ക് കറക്റ്റ് കെട്ടിന് മുമ്പായിട്ട് നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ പുറത്ത് നിന്നാണ് കെട്ടേണ്ടത്. അപ്പോൾ കെട്ട് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ അവരെടുത്തതിന് ശേഷം പെൺകുട്ടിയും പയ്യനും കൂടെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. പിന്നെ അവർ ഓഡിറ്റോറിയത്തിലോട്ട് പോകാനായിട്ട് റെഡി ആവാണ് കേട്ടോ. അപ്പോൾ അവിടെ പോണതിന് മുമ്പ് അവർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ഭയങ്കര നാണമായിട്ട് അവൾ നിൽക്കുകയാണ് അവിടെ. വീഡിയോ ഒക്കെ എല്ലാവരും എടുക്കുമ്പോൾ ഭയങ്കര നാണം. രണ്ടുപേരും ഭയങ്കര ഷൈ ടൈപ്പ് ആയതുകൊണ്ട് അതിനുശേഷം കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവർ ഇറങ്ങുകയാണ്. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നമ്മുടെ അടുത്തേക്ക് വരാം. നമ്മുടെ അടുത്ത് നിന്ന് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തട്ടോ. ഇറങ്ങി വന്നിട്ടുണ്ട്. ശേഷം കാറിലോട്ട് കയറാൻ അവർ ഗായത്രി മണ്ഡപത്തിലായിരുന്നു ബാക്കിയുള്ള പരിപാടികൾ. അമ്പലത്തിൽ വെച്ച് താലി കെട്ടി ഇനി മാല ഇടുന്നൊരു ചടങ്ങുണ്ട്. അത് വന്നിട്ട് ഗായത്രി മണ്ഡപത്തിലാണ് ആ പരിപാടിയെല്ലാം നടക്കുന്നത്. അപ്പോൾ നമ്മൾ അപർണ, ദേവുവിൻ്റെ കസിനാണ് അപർണ, ദേവു, ഞാൻ, പിന്നെ ഒരു അങ്കിൾ, ഒരു ആൻറ്റി, ഞങ്ങൾ ഇത്രയും പേരാണ് ഗായത്രി മണ്ഡപത്തിലോട്ട് പോണത്. അപ്പോൾ നമ്മൾ ഗായത്രി മണ്ഡപത്തിൽ എത്തിയിട്ടുണ്ട്. അവിടെ അടുത്ത് തന്നെയാണ്. ഇതാണ് നമ്മുടെ പെൺകുട്ടി ഐശ്വര്യ, പയ്യൻ്റെ പേര് സന്ദീപ്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ഡ്രിങ്ക്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറിയൊരു എന്താണ് പേരക്കയുടെ തോന്നുന്നു, പേരക്കയുടെ ജ്യൂസാണ് എടുത്തത്. അതിനുശേഷം പെൺകുട്ടി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ 2 സാരി ഉണ്ടായിരുന്നു. ഒന്ന് കിട്ടുന്ന സമയത്തും പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചേഞ്ച് ചെയ്യാനായിട്ട് ഉള്ള ടെൻഷനിലാണ് പുള്ളിക്കാരി. അപ്പോൾ ചേഞ്ച് ചെയ്യാൻ ഉള്ളിൽ വെച്ച് നമുക്കൊരു ക്യൂട്ട് ബേബിനെ കിട്ടി. അപ്പോൾ അവൻ്റെ കുറച്ച് എൻ്റെ അടുത്ത് നോക്കാനേപ്പിച്ചാണ് അവനെ. അപ്പോൾ കളിക്കണ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചായിരുന്നു. പുള്ളി ഭയങ്കര ആക്റ്റീവാണ്. അങ്ങനെ അമ്മേനെ കാണണം എന്നുള്ള വാശിയൊന്നും പുള്ളിക്ക് ഉണ്ടായില്ല. അതിനുശേഷം പെൺകുട്ടി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നിട്ടുള്ള റെഡ് കളർ സാരിയായിരുന്നു പുള്ളിക്കാരിയുടെ. അത് കഴിഞ്ഞ് അവിടുന്ന് മാല ചേഞ്ച് ചെയ്യാണ്. അത് ഒരു താലി കിട്ടിയതിന് ശേഷം ഇനി മാല ഇടുന്നുണ്ട് അവിടെ നിന്ന്. പിന്നെ മാല ഇടുന്ന ഇതാണ് വന്നത്. അപ്പോൾ അവരുടെ ഫാമിലി എല്ലാവരും ഉണ്ട്. പയ്യൻ്റെ അമ്മ, ചേട്ടൻ, അവരെല്ലാവരും ഉണ്ട്. നമ്മുടെ ഫാമിലി എല്ലാവരും ഉണ്ട്. ഫോട്ടോ എടുക്കാനായിട്ട് ഒക്കെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ കയറുന്ന ഇതാണ് കാണുന്നത്. അതിനുശേഷം നമ്മൾ സദ്യ കഴിക്കാനിരുന്ന് അടിപൊളി സദ്യയായിരുന്നു. അതിനിടയ്ക്ക് പെൺകുട്ടി ഇറങ്ങണ സമയപ്പോൾ അവർ ഇറങ്ങണത്തേക്ക് നമ്മളൊന്ന് പോയി. അപ്പോൾ തന്നെ അപ്പോൾ നമ്മൾ ഇത്തിരി ലേറ്റായി ഫുഡ് ഇരിക്കാനായിട്ട്. അപ്പോൾ പരിപ്പും എല്ലാം ഒഴിച്ചാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അടിപൊളി സദ്യയായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ.